ചുറ്റുപാടും പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ നിലം താഴുന്ന പ്രശ്നമുണ്ട്. താഴെയുള്ള മണ്ണ് നീങ്ങിപ്പോയതാണ് ഈ അപകടത്തിന്റെ കാരണമെന്നാണ് സ്ഥലം സന്ദർശിച്ചിരിക്കുന്ന വിദഗ്ധ സമിതി പറയുന്നത്. നോക്കൂ, ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് എത്രമാത്രം വലിയ രീതിയിലുള്ള വിണ്ടുകീറലാണ് അവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇത് സർവീസ് റോഡിന്റെ കാഴ്ചയാണ്. സർവീസ് റോഡ് തന്നെ ഇപ്രകാരം വിണ്ടുകീറണമെങ്കിൽ അതിന് മുകൾ ഭാഗത്തുള്ള ഏകദേശം 50 മീറ്ററോളം 50 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ എംബാങ്ക്മെന്റ് എന്ന് പറയുന്നത് ദേശീയപാതയുടെ ഉയരത്തിലുള്ള ഈ നിർമ്മിതി, അതിനൊരു ഭാഗം തകർന്നു വീഴുന്നത് കാണാം. തലനാരിഴയ്ക്കാണ് ഈ സർവീസ് റോഡിലൂടെ വന്ന കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത്. ആ കാർ യാത്രക്കാരുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഡ്രോൺ ദൃശ്യങ്ങളാണ്. ജിതിൻ പകർത്തിയ കൂരിയാട്ടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ ഉയരം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ സർവീസ് റോഡിൽ നിന്ന് ഏകദേശം 50 അടിയോളം ഉയരത്തിലാണ്. ഇത് മുകളിൽ നിന്ന് ഒരു ബൈക്ക് യാത്രികന്റെ ദേഹത്ത് വീണാൽ, ഒരു ബസ്സിലാണ് വീണിരുന്നതെങ്കിൽ എന്തായിരിക്കും അപകടം എന്നുള്ളത് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ഒട്ടും ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. നോക്കൂ, ഇതാണ് ഇടിഞ്ഞു വീണ ഭാഗത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ പ്രദേശത്ത് ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്തുകൂടി റോഡ് പണിയുമ്പോൾ പാലിക്കേണ്ട സാങ്കേതിക വൈദഗ്ധ്യം അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.